സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിന് സന്തോഷ തുടക്കം. റെയിൽവേസ് ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എച്ചിലെ ആദ്യ മത്സരത്തിൽ ലക്ഷദ്വീപിനെ പുതുച്ചേരി പരാജയപ്പെടുത്തിയിരുന്നു. ശക്തരായ റെയിൽവേക്കെതിരെ ആക്രമണ ഫുട്ബോളുമായാണ് കേരളം കളിക്കാനിറങ്ങിയത്. ആദ്യ പകുതിയിൽ കേരളത്തിന്റെ നീക്കങ്ങൾ റെയിൽവേസിന്റെ പ്രതിരോധ നിരയിൽ തട്ടിത്തകർന്നു. രണ്ടാം പകുതിയിൽ റെയിൽവേസ് കളം നിറഞ്ഞു. അതിവേഗത്തിലുള്ള റെയിൽവേസിന്റെ നീക്കങ്ങൾ ഗോളി ഹജ്മൽ അസ്ൽ ഒതുങ്ങി. 64-ാം മിനിറ്റിൽ റെയിൽവേയുടെ സൂഫിയാൻ ഷെയ്ഖിന്റെ ഷോട്ട് ഹജ്മലിൽ നിന്ന് വഴുതി ഗോൾ വലയിലേക്ക്. ഗോളെന്നുറപ്പിച്ച നിമിഷത്തിൽ പ്രതിരോധക്കാരൻ മനോജ് കേരളത്തിന്റെ രക്ഷകനായി. 71-ാം മിനിറ്റിലാണ് കേരളത്തിന് ലഭിച്ച അവസരം. നിജോ ഗിൽബർട്ടിന്റെ പാസിൽ പകരക്കാരനായെത്തിയ മുഹമ്മദ് അജ്സൽ അനായാസം ലക്ഷ്യം കണ്ടു. മത്സരം ടഫായിട്ടാണ് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേസ് വിചാരിച്ചതിൽ കൂടുതൽ നല്ല കളിയും നല്ല ടീമുണ്ട്. ഒരുപക്ഷെ ഒരു ഓൾ ഇന്ത്യ ലെവലിലേക്കൊക്കെ ഒരു ക്വാർട്ടർ ഫൈനൽ സെമിയൊക്കെ ഈസിയായിട്ട് എത്താവുന്ന ഒരു ടീമാണ് റെയിൽവേസ്. കളിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. പ്ലെയേഴ്സിനാണെങ്കിൽ ഒരു ചെറിയൊരു പ്രഷർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് മാച്ചാണ് അത്. ഇത്രയും ടൈറ്റ് ടീമിൻ്റെ അടുത്ത് കളിക്കുക എന്നുള്ളത് ഹോം ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ഇത്തിരി ഒരു ഓട്ടോമാറ്റിക്കലി അതൊരു പ്രഷർ തന്നെയാണ്. പക്ഷേ ഒരു ഗോളിന് ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ടീം ഇറങ്ങിയത്. കേരളത്തിനും റെയിൽവേസിനും പുറമെ പുതുച്ചേരിയും ലക്ഷദ്വീപുമാണ് ഗ്രൂപ്പ് എച്ചിലുള്ളത്. ഒരു വിജയവുമായി കേരളവും പുതുച്ചേരിയും മുന്നിൽ നിൽക്കുന്നു. മീഡിയ 1 കോഴിക്കോട്.